എല്ലാവർക്കും നമസ്കാരം. ചില വ്യക്തികൾ അല്ലെങ്കിൽ ചില കലാരൂപങ്ങൾ അല്ലെങ്കിൽ ചില സംഭവങ്ങൾ നമ്മുടെ മനസ്സിനെ ഒരു പ്രത്യേക കാലഘട്ടത്തെ മുഴുവൻ കീഴടക്കും. അത്തരമൊന്നായിരുന്നു ബ്രൂസ്ലി എന്ന് പറഞ്ഞ വലിയ നടൻ, വേൾഡ് സൂപ്പർ സ്റ്റാർ എൻ്റർ ദി ഡ്രാഗണിലൂടെ കേരളത്തിൽ സ്ഥാപിച്ചത്. ഈ എൻ്റർ ദി ഡ്രാഗൺ സിനിമ വന്നതിന് ശേഷം കേരളത്തിലെ വീടുകളിലും ഷോപ്പുകളിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ അതിശക്തമായ ശക്തിയുടെ പ്രതീകമായ കൊച്ചു ശരീരത്തിൻ്റെ ചിത്രങ്ങൾ തൂങ്ങിക്കിടന്നു. അതുപോലെയാണ് മർഡോണയുടെ ചിത്രങ്ങൾ ഒരു കാലഘട്ടത്തിൽ എല്ലാ ഷോപ്പുകളിലും പൊതു ഇടങ്ങളിലെല്ലാം തൂങ്ങിക്കിടക്കുന്നത് കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് ശങ്കരാഭരണം എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോൾ അത് കേരളത്തിൽ തരംഗമാവുകയും അതോടുകൂടി കേരളീയ സംഗീതാസ്വാദനത്തിൽ വലിയൊരു മാറ്റമുണ്ടാവുകയും ഒരു കുതിച്ചുകയറ്റം ഉണ്ടാവുകയും ചെയ്തു. അതുവരെ മെലഡീസിന് പ്രാധാന്യം കൊടുത്തിരുന്ന ആളുകൾ, നമ്മുടെ കേരളീയർ, സെമി ക്ലാസിക് സംഗീതത്തിനോട് വലിയ ആഭിമുഖ്യം കാണിക്കാൻ തുടങ്ങി. ബ്രൂസ്ലി തരംഗമായപ്പോൾ ഈ നമ്മുടെ ചുറ്റും നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ട് കരാട്ടെ, കുൻഫു സെൻ്ററുകൾ ഉയർന്നു വന്നു. അതിപ്പോഴും തുടരുന്നു. അതുപോലെയാണ് ശങ്കരാഭരണം സിനിമ ഉണ്ടായപ്പോൾ നമ്മുടെ ശാസ്ത്രീയ സംഗീതം പഠിക്കാനുള്ള ത്വര നമ്മുടെ ചെറുപ്പക്കാർക്കിടയിലുണ്ടായി. അതുപോലെ തന്നെയാണ് കമൽഹാസൻ എന്നു പേരുള്ള നടൻ സാഗർ സംഗമം എന്ന് പറഞ്ഞ സിനിമയിലൂടെ കേരളത്തെ കീഴടക്കിയത്. അദ്ദേഹം സാഗർ സംഗമം എന്ന് പറഞ്ഞ സിനിമയിൽ നടത്തിയ നൃത്തരംഗങ്ങൾ കേരളത്തിൻ്റെ യുവ മനസ്സുകളെ വല്ലാതെ പിടിച്ചടക്കി. അതിൽ അദ്ദേഹം വൃദ്ധനായിട്ട് അഭിനയിക്കുന്ന കേട്ടാലും അത്ഭുതം തോന്നും. അദ്ദേഹത്തിന് 20കളിലാണ് ആ സിനിമ അഭിനയിക്കുന്നത്. അദ്ദേഹം കാലൊക്കെ എടുത്ത് വയ്ക്കുന്നത്, വൃദ്ധൻ്റേതായിട്ടുള്ള കാലൊക്കെ എടുത്ത് വയ്ക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ നൃത്തരംഗങ്ങൾ കലണ്ടറുകളായിട്ട് ആ കാലഘട്ടത്തിൽ നമ്മുടെ ഹോട്ടലുകളിലും നമ്മുടെ ബാർബർ ഷോപ്പുകളിലൊക്കെ ധാരാളമായിട്ട് തൂങ്ങിക്കിടന്നു. കമൽഹാസൻ ഒരു പക്ഷേ ആ ഘട്ടത്തിൽ സാഗർ സംഗമം എന്ന് പറഞ്ഞ സിനിമ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ വലിയ തലങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതാണെങ്കിൽ പോലും നർത്തകനെയാണ് കേരളം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത്. ആ സിനിമയിൽ കമൽഹാസൻ ഒരു തരംഗമായി മാറിയപ്പോൾ കേരളത്തിൽ ഈ ശാസ്ത്രീയ നൃത്തം പഠിക്കുവാനുള്ള വലിയൊരു വാഞ്ച യുവാക്കളെ ഉണ്ടായി. ധാരാളം പേർ അങ്ങനെ ശാസ്ത്രീയ സംഗീതത്തിലേക്ക് യുവാക്കൾ കടന്നു കയറി. കമൽഹാസൻ വലിയൊരു നടനാണ്. പക്ഷെ അതിനേക്കാൾ മുമ്പേ നമ്മുടെ മനസ്സിലേക്ക് അദ്ദേഹം കടന്നു വന്നത് ഒരു നർത്തകനായിട്ടാണ്. ആ നർത്തകൻ്റെ പാദമുദ്രകൾ ഇപ്പോഴും നമ്മെ പിന്തുടരുന്നു. നമസ്കാരം.